വീണ വഴിയിൽ ആദ്യ ദിവസം തന്നെ വിശുദ്ധ തിരുനാൾക്കുടിയായിട്ട് നടത്താൻ വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനും നമ്മോടൊപ്പം ആയിരിക്കാനും നമ്മുടെ ഭവനത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ കടന്നുവന്ന് നല്ല സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട പത്രദർശന് ഇവിടെയുള്ള എല്ലാവരുടെയും പ്രത്യേകിച്ച് പിതാവിന്റെയും ഇവിടെയുള്ള സിസ്റ്റേഴ്സ് അച്ഛന്മാരുടെയും ഇവരുടെ മക്കളുടെയും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ ഉണ്ടാകുവാനായിട്ട് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എത്രയേറെ പേർക്ക് കുടുംബങ്ങളിൽ സമാധാനം ആശ്വാസം നൽകാനുള്ള കൂടാരമായിട്ടാണ് ദിവസത്തെ യാത്രയാത്രമായിരിക്കുക നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ പലരുടെയും ജീവിതത്തിലെ വ്യക്തിപരമായി ഒത്തിരിയേറെ ജീവിത വിശുദ്ധീകരണത്തിൽ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട പരമേശ്വരൻ പ്രാർത്ഥനയിലൂടെ നമ്മെ ശക്തിപ്പെടുത്തുകയും ആളുകളിലൊക്കെ ഇപ്പോഴും നമുക്ക് ശക്തി പുറത്തുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ ഭവനത്തിലുള്ള വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും അത് ചിലവരിലൂടെ ആണെങ്കിലും അത് എല്ലാവർക്കും ആ സന്തോഷവും സമാധാനം പകരം നൽകുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു കൊടുക്കാൻ തന്നെ നമ്മുടെ വാർത്തയിലുള്ളവരിൽ എല്ലാവരെയും കണ്ട് ആശ്വസിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഭജനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അച്ഛൻ്റെ ആ സാന്നിധ്യം അനുഭവം. അതെവിടെയാണെങ്കിലും അച്ഛൻ ഞങ്ങൾ ധ്യാനത്തിൽ ചെന്ന സമയത്തൊക്കെ പ്രേക്ഷകരായിട്ട് കൺവെൻഷന് വരാൻ പോകുന്ന പ്രേക്ഷകർ വീടുകളിലേക്ക് വ്യക്തിപരമായി അവരെ ചെന്ന് കണ്ട് അവരൊരുക്കാനും പ്രാർത്ഥിക്കാനും അച്ഛൻ അവസരമായിരുന്നു. ആ ദിവസങ്ങളൊക്കെ വൈകിട്ടാണ് അച്ഛൻ വന്നിരുന്നതൊക്കെ. അപ്പോൾ അച്ഛൻ എപ്പോഴും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എങ്ങനെയൊക്കെ തൻ്റെ ജീവിതം കൊണ്ട് സാധിക്കും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുപോലെ വേദനിക്കുന്ന സഹിക്കുന്നവർക്ക് വേണ്ടി ഒപ്പം അവരോട് കൂടെ ആശ്വാസം കൂടുതലായിട്ട് ഈശോയുടെ കാരുണ്യത്തിന്റെ മുഖമായിട്ട് അച്ഛൻ ജീവിക്കുന്നു. ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോഴൊക്കെ കൂടുതൽ ദൈവാനുഗ്രഹം അച്ഛനോടെ മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നടത്തുന്ന കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് അവരുടെ നിയമങ്ങൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമത് വഴിയായി മാർപ്പാപ്പ വഴിയായിട്ട് ലഭിക്കാനുള്ള പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ ഈ ഭാഗത്ത് വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ അക്കാലിടവയിലും മറ്റിടവയിലും ഈ ഭവനത്തിന്റെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഉപകാരികളായ എല്ലാവരെയും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വിശുദ്ധന്റെ മധ്യസ്ഥമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് സമാപന